ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നും അതിന്റെ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി എന്നുകൂടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറയുന്നുണ്ട്. എന്താണ്? ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത് എപ്പോഴാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷമാണ് 1947 ആഗസ്റ്റ് 29 എന്നാണ്. 1947 ആഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 അംഗങ്ങളാണ്. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. എത്ര അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? ഒരു പക്ഷേ PSC ചോദിക്കാം. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് BR അംബേദ്കർ. BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വർഷമാണ് 1948 ഫെബ്രുവരി എന്നാണ്. 1948 ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിനായി 8 മാസം സമയം നൽകി. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ശേഷം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുന്നതിനായി 8 മാസം സമയം നൽകിയിരുന്നു. ഈ 8 മാസത്തിനു ശേഷം പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച 2ാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1948 ഒക്ടോബർ. 1948 8 മാസത്തിനു ശേഷം പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച 2ാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എന്നായിരുന്നു 2ാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത്? 1948 ഒക്ടോബർ. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എപ്പോഴാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4 എന്നാണ്. 1948 നവംബർ 4 അതായിരുന്നു ഫസ്റ്റ് റീഡിങ്. 1948 അവതരിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച അവസാന ഡ്രാഫ്റ്റ് ആണ് ഫസ്റ്റ് റീഡിങ്. അത് ഓർത്തു വെക്കണം. ഫസ്റ്റ് റീഡിങ് 1948 നവംബറിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് പൂർത്തിയാക്കിയത് എപ്പോഴാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് പൂർത്തിയാക്കിയത് 1949 ഒക്ടോബർ 17 1949 ഒക്ടോബർ 17 സെക്കൻഡ് റീഡിംഗ് പൂർത്തിയാക്കിയത്. ഫസ്റ്റ് റീഡിംഗ് എപ്പോഴായിരുന്നു? നമ്മൾ പറഞ്ഞ 1948 നവംബർ 4 ഫസ്റ്റ് റീഡിംഗ്. സെക്കൻഡ് റീഡിംഗ് എന്നാണ് 1949 ഒക്ടോബർ 17 സെക്കൻഡ് റീഡിംഗ് പൂർത്തിയാക്കിയത്. മൂന്നാമത്തെയും അവസാനത്തേതുമായ റീഡിംഗ് നടന്നത് എപ്പോഴാണ്? മൂന്നാമത്തെയും അവസാനത്തേതുമായ റീഡിംഗ് നടന്നത് 1949 നവംബർ 14 തുടങ്ങി 26 അവസാനിച്ചു. എന്നായിരുന്നു? 1949 നവംബർ 14 തുടങ്ങി 26 മൂന്നാമത്തെയും അവസാനത്തേതുമായ റീഡിംഗ് നടന്നത്. എന്നാണ് 1949 നവംബർ 14 തുടങ്ങി 26 അവസാനിച്ചു.
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ? മൊത്തം 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്. ആരൊക്കെയാണ്? ഒന്നാമത്തത് BR അംബേദ്കർ, 2 KM മുൻഷി, 3 മുഹമ്മദ് സാദുള്ള, 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, 5 N ഗോപാലസ്വാമി അയ്യങ്കാർ, 6 DP ഗെയ്ത്താൻ, 7 BL മിത്തർ. ആരൊക്കെയാണ് 7 അംഗങ്ങൾ? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താർ, BL മിത്തർ. ഇത്രയും പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. 7 അംഗങ്ങളാണ്. അതിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിൽ ഗെയ്ത്താനു പകരമായി, അന്തരിച്ച ഗെയ്ത്താനു പകരമായി TT കൃഷ്ണമാചാരിയും രാജിവെച്ച മിത്തറിനു പകരമായി N മാധവറാവുവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. എന്താ പറഞ്ഞത്? അന്തരിച്ച ഗെയ്ത്താനു പകരമായി TT കൃഷ്ണമാചാരിയും രാജിവെച്ച മിത്തറിനു പകരമായി N മാധവറാവുവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. ഇത്രയും അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്. നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യമാണിത്. PSCക്കൊക്കെ ചോദിക്കാവുന്ന ഒരു മെയിൻ ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? റസനുദ്ദീൻ അഹമ്മദാണ്. ആരാണ്? റസനുദ്ദീൻ അഹമ്മദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? റസനുദ്ദീൻ അഹമ്മദ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്ത് നിന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.